അസ്സലാമലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ പെട്ടെന്ന് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പലഹാരമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന. അതിന് ഞാൻ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാൻ ഏത്തപ്പഴമാണ് എടുക്കുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം. ഈ പഴം നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. നമുക്ക് ഇനി ഇതിനാവശ്യം ബ്രെഡാണ്. ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ബ്രെഡ് കൂടെ അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതുപോലെ ഏത്തപ്പഴം വെച്ച് കൊടുക്കാം. ഇനി ഒരു ബ്രെഡ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വീണ്ടും നമുക്ക് അതുപോലെ ഏത്തപ്പഴം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് ഒരു ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം. നമുക്കിതിനി ഒന്ന് മാറ്റി വെച്ചേക്കാം. നമ്മൾ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കാച്ചിയ പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചപ്പാലും എടുക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. അടുപ്പിലൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാൻ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ റെഡിയാക്കി വെച്ചേക്കുന്ന ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലിൽ മിൽക്ക് മേഡ് കൂടെ ചേർത്ത് വെച്ചേക്കുന്നില്ലേ, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന പാലൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം കറുത്ത എള്ളൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കെല്ലാം കൊടുക്കണം. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്നതാണ് ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.